നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു കാര്യം പറയാൻ മറന്നു. ഇന്നലെ ഹരി മുരളി മാറി മാറി എന്നെ ഫോണിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ലേറ്റായിട്ടാ കോള് കണ്ടത്. എന്നാ പിന്നെ തിരിച്ചു വിളിച്ചു നോക്കായിരുന്നില്ലേ? ഓ, വിളിച്ചില്ല. നമ്മളെന്തായാലും വീട്ടിലോട്ടല്ലേ പോന്നെ. അപ്പൊ പിന്നെ എന്ത് ഭൂകമ്പ കാത്തിരിക്കുന്നേന്ന് നേരിട്ട് തന്നെ കാണാലോന്ന് കരുതി. ദാ ഇപ്പം തന്നെ നമ്മളെ എത്തുമല്ലോ. അപ്പൊ നേരിട്ട് ചോദിക്കാം പോരെ? എന്നാ അമ്മ പോട്ടെ മോളെ. കാണണം, നമുക്ക് കാണണം. കാണാം അമ്മ. മോളും ഇടിക്കേട്ടോ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സീതമ്മയുടെ ഭാഗ്യ ഈ മിടിക്ക് കുട്ടി. പക്ഷേ എനിക്ക് തിരിച്ചാ തോന്നുന്നത്. ഈ പെൺകുട്ടികളെല്ലാം രുക്മിണി അമ്മയുടെ ഭാഗ്യമാണെന്നാ. എന്റെ ഭാഗ്യോ? അതിന് ഇവരാരും എന്റെ മക്കളല്ലല്ലോ, മരുമക്കളും അല്ല. പിന്നെങ്ങനെ എന്റെ ഭാഗ്യം എന്ന് പറയുന്നത്? അമ്മയുടെ മക്കളുടെ ഒപ്പമല്ലേ ഇവരെല്ലാരും. അതാവും സീതമ്മ ഉദ്ദേശിച്ചത്. അതെങ്ങനെയാടാ ഹരി? നീ ഇത് പലതവണയായി പറയുന്നുണ്ടല്ലോ. കേട്ടിട്ട് എന്റെ സംശയം ഇവരെല്ലാം ഇവിടെ തന്നെയാണോ സ്ഥിര താമസമെന്ന്. അല്ലച്ചാ, ഞങ്ങൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് വരുന്നേ ഉള്ളൂ. എങ്കിൽ ശരി, ഇനിയിപ്പൊ നിന്ന് താമസിക്കണ്ട, വാ പോവാം നമുക്ക്. അതെന്താടാ പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞേക്കിയ ഒരു ധൃതി പോലെ? ഞങ്ങള് പോയിട്ട് ഇവിടെ എന്തോ കാര്യം ചെയ്യാനുള്ള പോലെയാണല്ലോ മട്ടും മാതിരിയും. അയ്യോ എന്റെ പൊന്നച്ഛ, അച്ഛനല്ലേ പറഞ്ഞത് കൃഷിഭവനിൽ പോണമെന്നും വരൾച്ച ദുരിതാശ്വാസമൊക്കെ വാങ്ങണമെന്നൊക്കെ. അതാ ഞാൻ പിന്നെ. ശരി ശരി, നടക്കട്ടെ കാര്യങ്ങള്. ആരാ ഇവിടെ ഈ ആരതി? ഞാന് ഒരു രജിസ്റ്റേർഡ് ലെറ്റർ ഉണ്ട്. ഇവൾക്കാരാ ഇപ്പൊ ഇങ്ങോട്ട് ലെറ്റർ അയക്കാനുള്ളത്? അതറിയണമല്ലോ. ഇവിടെ ഇട്ടോ, ഇവിടെ. ശരി. ഓക്കെ. ആരുടെ ലെറ്റർ അത്? സോറി, അതെന്തിനാ ഇപ്പൊ ചേട്ടാ അറിയുന്നത്? അത് ശരിയാ മോള് പറഞ്ഞത്. നീ എന്തിനാ മുരളി പെൺകുട്ടിക്ക് വരുന്ന കത്തിനെ കുറിച്ച് അന്വേഷിക്കുന്നത്? എന്റെ ഭാര്യ അമ്മ ഇവള്. ഇവൾക്ക് ആരാ ലെറ്റർ അയക്കുന്നത് ഞാൻ അറിയണ്ടേ? അല്ല, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആരതിക്കുള്ള എഴുത്ത് എങ്ങനെയാ ഇവിടത്തെ അഡ്രസ്സിൽ വരുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.